ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ശേഷം ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റിലായ മൂന്നാമനും ജാമ്യം നൽകിയില്ല കോടതി. ശബരിമലയിലെ ഒരു കള്ളനെയും അത്ര പെട്ടെന്ന് വെളിച്ചം കാണിക്കില്ല എന്നുറപ്പിച്ചിരിക്കുകയാണ് സാക്ഷാൽ അയ്യപ്പൻ തന്നെ. ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ് രാജ്യത്തിൻ്റെ നീതിന്യായ പീഠം എന്ന് തോന്നുകയാണ്. ഓരോരുത്തരെയും ഒന്നിനു പിറകെ ഒന്നായി അറസ്റ്റ് ചെയ്തപ്പോൾ അറസ്റ്റിലായ കള്ളന്മാർ അതേ തരത്തിൽ തന്നെ ഒന്നിനു പിറകെ ഒന്നായി ജാമ്യാപേക്ഷയും നൽകിയിരുന്നു. പുറത്തു നിൽക്കുന്നത് CPM-ന്റെ ഉന്നതരായ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എന്നുള്ളത് കൊണ്ട് അകത്തായ കള്ളന്മാർക്ക് എന്ത് സഹായവും ചെയ്യുമെന്നിരിക്കെ കോടതി അതിശക്തമായ നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിനെ SIT-യുടെ കസ്റ്റഡിയിലേക്ക് വിട്ടു. ജാമ്യം നൽകാതെ തന്നെ SIT-യുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് SIT കസ്റ്റഡിയിൽ വാങ്ങിയത്. അതേസമയം ശബരിമല കട്ടിളപ്പാളി കേസിൽ KS ബൈജുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത് മുകളിലുള്ള പിടിക്കപ്പെട്ടവരും അല്ലാത്തവരുമായ ആളുകളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. തുടർന്ന് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടതോടെ ബൈജുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തായിരിക്കുമെന്നുള്ളത് പല പ്രമുഖരെയും ഭയപ്പെടുത്തുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ KS ബൈജു 7ാം പ്രതിയാണ്. 2019 മഹസർ തയ്യാറാക്കുന്ന സമയത്തും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടുമ്പോഴും ബൈജുവായിരുന്നു ഇതൊക്കെ നിയന്ത്രിച്ചിരുന്ന തിരുവാഭരണം കമ്മീഷണർ. സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ KS ബൈജു ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. വളരെ മനഃപൂർവ്വം തന്നെ ആ സമയത്ത് കള്ളത്തരം നടത്തുന്ന സമയത്ത് എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ച് അവിടെ നിന്നും മാറി നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ബൈജുവിൻ്റേത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. പാളികൾ കൈമാറുമ്പോൾ തൂക്കം ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടത് ഈ തിരുവാഭരണം കമ്മീഷണറാണ്. ഈ സമയത്ത് നിരന്തരം അസാന്നിധ്യം അടക്കം ഈ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊക്കെ അതേപോലത്തെയുള്ള തിരുവാഭരണം കമ്മീഷണറായിരുന്ന N വാസുവും ബൈജുവും ചേർന്ന് നടത്തിയ തട്ടിപ്പ് ഇതാർക്ക് വേണ്ടി എന്നുള്ളതാണ് ഇപ്പോൾ നടത്തുന്ന ചോദ്യം ചെയ്യലിൽ നിന്നും ഇനി വെളിപ്പെടുത്താൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം വീണ്ടും റിമാൻഡ് ചെയ്തത് നമ്മൾ കണ്ടു. SIT കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു കള്ളന്മാരെയും നിലവിൽ വെളിച്ചം കാണിക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കോടതി അകത്തിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് പത്മകുമാർ ഉള്ളത്. പത്മകുമാറിൻ്റെ മൊഴി തന്ത്രി കണ്ഠര് രാജീവർക്കും ഒരു കുരുക്കായി മാറുന്നൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. അങ്ങനെ തന്ത്രിമാരും മന്ത്രിമാരും അടക്കം എല്ലാവരും ഇതിൽ കുടുങ്ങുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി രാജീവരുമായി ബന്ധമുണ്ട് എന്നാണ് പത്മകുമാറിൻ്റെ മൊഴിയിൽ ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയോടുകൂടിയാണെന്നും പത്മകുമാർ മൊഴി നൽകുമ്പോൾ തന്ത്രപൂർവം അതൊരു രാഷ്ട്രീയക്കാരെ രക്ഷിക്കാനുള്ള ഒരു മൊഴിയാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ താൻ ചെയ്തത് താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണെന്നും സ്വത്തുക്കളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനാണ് എന്നുമുള്ളതാണ് തന്ത്രി രാജീവര് കണ്ഠര് വിശദീകരിക്കുന്നത്. അതായത് തന്ത്രിമാരുടെ തലയിൽ ഇടാനുള്ള രാഷ്ട്രീയ തന്ത്രമുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഏതായാലും കുടുങ്ങിയ കള്ളന്മാരും ഇനി കുടുങ്ങാൻ പോകുന്ന കള്ളന്മാരും കോടതിയുടെ മുന്നിൽ അല്പം വിയർക്കുക തന്നെ ചെയ്യും.